ഹരി ഓം. ശ്ലോകം 5 നോക്കാം. ലക്ഷ്മീസ്ഥാപകരാമണീയകൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ഏത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ. ഒന്ന് പിരിച്ചു നോക്കാം. ലക്ഷ്മീഹി താവക രാമണീയക ഹൃതാ ഏവ ഇയം. ലക്ഷ്മീഹി താവക, അതാണ് അവിടെ ഒരു വിസർഗം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താവക വന്നതാണ്. അത് ഒരുമിച്ച് ചൊല്ലുമ്പം ലക്ഷ്മീ സ്ഥാവക. അപ്പം ആ വിസർഗം മാറിയിട്ട് സ്ഥാവക എന്ന് വായിച്ചു. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃതൈവേയം. ഹൃതാ ഏവ ഇയം. ഹൃദൈവേയം കണ്ടോ, ഒരുമിച്ച് വന്നപ്പോഴത്തേനും ഹൃദാ ഏവ ഇയം 3 പദങ്ങളാണ് അവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഹൃദാ ഏവ ഇയം. ഹൃദൈവേയം പരേഷു അസ്ഥിര പരേഷ്വസ്ഥിരേ ഇതി പരേഷ്വസ്ഥിരേതി ഒരുമിച്ച് അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതിനെ പിരിക്കുമ്പം പരേഷു അസ്ഥിര ഇതി. അപ്പം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യതപി നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പം പരേഷ്വസ്ഥിരേസ്തിന്നസ്മിന്നന്യതപി പരേഷു അസ്ഥിര ഇതി അസ്മിൻ അന്യത് അപി. അതവിടെ ഒരു ശകലം ഒന്ന് ശ്രദ്ധിക്കണം. പരേഷ്വസ്ഥിരേതി എന്നെടുത്തിട്ട് അസ്മിന്നന്യതപി എന്നെടുത്താലും അത് തെറ്റില്ല. പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യതപി അങ്ങനെ എടുത്താൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ ചൊല്ലുമ്പം അത് പോകെ പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യതപി എന്നെടുത്ത് വന്നോളും. ഇപ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മീസ്ഥാപകരാമണീയകൃതൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. അങ്ങനെ എടുക്കാം. അപ്പം പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീ പ്രമാണം അധുന. പ്രമാണമധുന. അപ്പോൾ അവിടെ പ്രമാണം എന്നുള്ള മാറിയിട്ട് അധുന. പ്രമാണം അധുന. അപ്പം മാറിയിട്ട് അമ്മും ആയും കൂടെ ഉള്ള അക്ഷരം ചേർന്ന് മാ വന്നു. പ്രമാണ മധുന എന്നൊരിക്കലും വായിക്കരുത്. പ്രമാണമധുന ഒരുമിച്ച് വായിക്കും. പ്രമാണമധുന. പ്രമാണം അധുന ആണ് പദമെങ്കിലും പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തന രസാസക്ത ത്വധ്യാന ത്വത് ധ്യാന ഗുണ അനുകീർത്തന രസ ആസക്ത. അതാണ് രസാസക്ത. ഗുണാനു കീർത്തന രസാസക്ത. അപ്പം കീർത്തന രസാസക്ത. രസ ആസക്ത. ആസക്ത നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതത്ര ഒരു സമസ്ത പദമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത. ശരിക്കും നമ്മൾ വായിച്ചു പോകുമ്പോൾ രസാസക്ത എന്ന് വായിച്ചു പോവും. പക്ഷെ അതവിടെ ആസക്തയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ത്വത് ധ്യാന ഗുണ
അനുകീർത്തന രസ ആസക്താഹ ഹി ഭക്താഹ ജനാഹ തേഷു ഏഷ അതാണ് ഒരുമിച്ച് ജനാസ്തേഷ്വേഷ അല്ലെങ്കിൽ ജനാഹ തേഷു ഏഷ. ആ ജനാഹ അവിടെ വച്ച് നിർത്താൻ വേണമെങ്കിൽ രസാഹി ഭക്ത ജനാഹ തേഷ്വേഷ. നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭക്ത ജനാഹ തേഷ്വേഷ. തേഷ്വേഷ പിരിക്കുമ്പം തേഷു ഏഷ. ഇപ്പം വിസർഗം പറയാണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ പോലെ രസാ ഏ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാം. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ രസാസക്താ ഹി ഭക്താ ജനാഹ തേഷ്വേഷാ വസതി സ്ഥിരാ ഏവ സ്ഥിരൈവ. അതാണ് സ്ഥിരാ ഏവ സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദര പ്രസ്താവദത്താദര ദയിത പ്രസ്താവദത്താദര. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ഏത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാം. രണ്ട് തരത്തിലും ചൊല്ലിയിട്ടിട്ടുണ്ട്. ജനാഹ തേഷ്വേഷ എന്നെടുത്തും ആദ്യത്തെ വരിയിൽ ഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യതപി അങ്ങനെ എടുത്തും എഴുതിയിട്ടും വായിച്ചിട്ടിട്ടുണ്ട്, ചൊല്ലിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ട് തരത്തിൽ എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് തരത്തിൽ ചൊല്ലിയിട്ടത്. ഈ രണ്ട് തരത്തിൽ ചൊല്ലിയാലും തെറ്റില്ല. പക്ഷേ എന്താ പറയണ്ടേ, ഇവിടെ ജനാഹ എന്നുള്ളിടത്ത് പിന്നെ വിസർഗം പറയുകയും പിന്നെ തേഷ്വേഷാന്ന് എടുക്കുകയും വേണ്ട, തേഷ്വേഷാന്ന് എടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ച് പല പ്രാവശ്യം കേട്ട് നോക്കിയാൽ മതി, മനസ്സിലാകും. ഇനിയും ഈ ശ്ലോകം 5 അന്വയോ അർത്ഥവും നോക്കാം. ഹേ ലക്ഷ്മീപതേ, അല്ലയോ ലക്ഷ്മീപതേ, ലക്ഷ്മീ വല്ലഭ. യം ലക്ഷ്മീഹി, ഈ ലക്ഷ്മിയാകട്ടെ, അല്ലയോ ലക്ഷ്മീ വല്ലഭ, അല്ലയോ ഭഗവാനെ, ഈ ലക്ഷ്മിയാകട്ടെ എന്താ താവക രാമണീയക ഹൃതായേവ. താവക അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് താവക രാമണീയക ഹൃതായേവ. അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് തന്നെയാണ് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതി അസ്മിൻ എന്നതിന്, ഇങ്ങനെ പറയുന്നതിന് അന്യത് പ്രമാണം അപി, ഇനി ഒരു പ്രമാണം കൂടിയുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. അധുനാ അഹം വക്ഷ്യാമി എന്നുവെച്ചാൽ ഞാനിപ്പോൾ തന്നെ പറയാമേ, അതെന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ ദേവി ഉറച്ചു നിൽക്കാത്തത് എന്ന. ജനാഹ ഏതൊരുത്തരാണോ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്ത ഹി ഭക്താഹ. അപ്പം ഏതൊരാളുകളാണോ അങ്ങയുടെ അല്ലെ നിന്തിരുവടിയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലും ഉള്ള രസം കൊണ്ട് അവർ വളരെ അടുത്തവരായിരിക്കും, അടുത്ത ഭക്തന്മാരായിരിക്കുന്നുവോ. തേഷു ഏഷ ദയിത പ്രസ്താവദത്താദര സ്ഥിരാ ഏവ വസതി. അപ്പം തേഷു ഏഷ അവരിൽ
ഇവൾ പ്രിയതമനായ അങ്ങയുടെ വാർത്തയുണ്ടാകുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ പറ്റിക്കൂടിയിരിക്കുന്നു. അപ്പോൾ ഒന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലയോ ശ്രീവല്ലഭ ഭഗവാനെ, ഈ ലക്ഷ്മി ഉണ്ടല്ലോ അസ്ഥിരയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തുവാ? ലക്ഷ്മി ദേവിയുടെ ഭക്തരിൽ ലക്ഷ്മി ദേവിക്ക് യാതൊരു ശ്രദ്ധയുമില്ല. പക്ഷെ അതേസമയം ആരോടാണ് ഭക്തിയും അല്ലെ ശ്രദ്ധയും കൂടുതൽ? അപ്പം ലക്ഷ്മി ദേവി എപ്പോഴും അങ്ങയുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ളവരെല്ലാം എന്താ അങ്ങയെ പ്രകീർത്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ എപ്പോൾ എവിടെ ആര് ധ്യാനിക്കുന്നു എന്ന് ലക്ഷ്മി ദേവി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭർത്താവിനെ പുകഴ്ത്തുന്നത് കേൾക്കാനുള്ള താല്പര്യം അത്രത്തോളമുണ്ട്. അതാണ് പറയുന്നത്. അതാണ് കാര്യം. ലക്ഷ്മി ദേവി ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നതിന് കാരണം, സ്വന്തം ഭക്തരെ പോലും വകവെക്കാതെ ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ ഏത് സമയവും ഇരിക്കുന്നത് ഭഗവാനെ ബാക്കിയുള്ളവർ പുകഴ്ത്തുന്നത് കാണാനും കേൾക്കാനുമുള്ള ആ താല്പര്യം കൊണ്ടാണ്. ആ ഭർത്താവിനെ പുകഴ്ത്തുന്നത് അത്രത്തോളം താല്പര്യമുണ്ട് ലക്ഷ്മി ദേവിക്ക്. അതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ ഭർത്താവിനോടുള്ള സ്നേഹവും എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചു.